ഹായ് ഫ്രണ്ട്സ്, ടെക്സ് കൗണ്ടറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സാംസങ്ങിൻ്റെ 324 ലിറ്റർ സ്മാർട്ട് ഫ്രിഡ്ജാണ് ഇന്ന് നമ്മളിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 42,000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. 31,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഇത് സെയിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രിഡ്ജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്രിഡ്ജിൻ്റെ ഫങ്ഷൻസുകളെല്ലാം സ്മാർട്ടാണ്. ഇപ്പോൾ പുറത്ത് കാണുന്ന ആ ടച്ച് ബോർഡ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഫ്രോസ്റ്റ് ഫ്രീ ടെക്നോളജി ഉള്ള ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഐസൊക്കെ കട്ടയാവുന്നതും അതുപോലെ വെള്ളം ഇങ്ങനെ ലീക്കാവുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഡിജിറ്റൽ ഇൻവെർട്ടർ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും വോൾട്ടേജിൻ്റെയൊക്കെ വേരിയേഷൻസൊക്കെ വരുന്നത് മൂലം നമ്മുടെയൊക്കെ ഫ്രിഡ്ജുകളൊക്കെ കേടാവാൻ കാരണമാവാറുണ്ട്. ഈ പുതിയ ഇത്തരത്തിലുള്ള ഈ ഫ്രിഡ്ജുകൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഫ്രിഡ്ജ് ഫ്രീസറായിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്രിഡ്ജാണ്. ഫ്രീസറായി യൂസ് ചെയ്യുന്ന ഭാഗം ഫ്രീസർ ആവശ്യമില്ലാത്തപ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ട്വിൻ കൂളിംഗ് സിസ്റ്റം ഉള്ളതിനാൽ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഫ്രീസറോ ഓഫ് ചെയ്യാനും സാധിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൻ്റെ ഒരു ഡോർ ഭാഗം യൂസ് ചെയ്യുകയും മറ്റേ ഭാഗം നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം. ഒരു പോർഷൻ നമുക്ക് ഉപയോഗിക്കും, മറ്റേത് ഓഫ് ചെയ്തിടുകയും ചെയ്യാം. ഇവയെല്ലാം പുറത്ത് നമ്മൾ കണ്ട ആ ടച്ച് പാഡിലൂടെ ഒറ്റ ക്ലിക്ക് വഴി നിയന്ത്രിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഇനി മറ്റൊന്ന് നീക്കം ചെയ്യാൻ പറ്റുന്ന ഐസ് ക്യൂബാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ പറയുന്നത്. ഐസിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് തിരിച്ചാൽ ഐസ് ക്യൂബ് താഴെ ബോക്സിൽ വന്നിട്ട് വീഴും. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് പവർ കൂളിങ്ങും പവർ ഫ്രീസിങ്ങും ആണ്. പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യം വരികയോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തെടുക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫീച്ചറാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു എല്ലാ സൗകര്യമുള്ളൊരു അടിപൊളി മോഡേൺ ഫ്രിഡ്ജാണിത്. പിന്നെ പെട്ടെന്ന് തന്നെ കൂളാവുകയും ഫ്രീസ് ആവുകയും ചെയ്യും. സാധാരണത്തിനേക്കാൾ അപേക്ഷിച്ച് പെട്ടെന്നാവാനാണ് ഈ ഫീച്ചർ. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡോറ് ശരിക്കും അടഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജ് അലാറം അടിക്കും. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ പൂർണ്ണമായി അടക്കാതെ പോകാറുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഡോർ അലാറം. ഇനി ഇതാണ് ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗം കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.